ഏതാണ്ട് ഒരു മാസക്കാലം ജീവിതം കൊണ്ട് അനുഭവിക്കാൻ അവസരമുണ്ടായ ഒരു മന്ത്രിയാണ് ഞാനെന്നും പറഞ്ഞു വെച്ചു SYSന്റെ സ്വാന്തനം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ സമാനതകളില്ലാത്ത വിധം ചൂരൽമലയിൽ നടന്ന പ്രവർത്തനത്തിന്റെ മുമ്പിൽ. ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഗവൺമെന്റിന് വേണ്ടി പങ്കുവയ്ക്കാനുണ്ട്. ജൂലൈ 30 പുലർച്ചെ ചൂരൽമല എന്ന പ്രദേശത്ത് പുഞ്ചിരിമുറ്റവും അട്ടാമലയും ആറാമലയുമായി വിഭജിച്ചു കിടക്കുന്ന ഒരു ഗ്രാമത്തിന്റെ തലയ്ക്കുമീതെ 1782 അടി മുകളിൽ പൊട്ടിയ ഒരു ഉരുളിന്റെ പേരിൽ നമ്മുടെ മണ്ണിൽ ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത വിധം ഒറ്റപ്പെട്ടു പോവുകയും മരണപ്പെട്ടവരെ ഓർത്ത് ദുഃഖിക്കുകയും മരണപ്പെട്ടവരിൽ ബാക്കി നിൽക്കുന്നവരുമായിട്ടുള്ള സമൂഹത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ കേരളം ഒരു മനസ്സായി നിൽക്കുന്ന കാലമാണ്. കൃത്യതയോടുകൂടിയായിരുന്നു കേരളത്തിന്റെ തയ്യാറെടുപ്പുകൾ. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അവിടെ നടന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ SYF നടത്തിയ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ജീവശ്വാസത്തിന്റെ ഭാഗമാണതെങ്കിലും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് അതിന്റെ പ്രവർത്തകർക്ക്, അവിടെ അണിനിരന്നവർക്ക്, അവരെ നയിച്ചവർക്ക്, അവർക്ക് ആശയം കൊണ്ട് കരുത്തു പകർന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് സർക്കാരിന് വേണ്ടി നൽകാൻ ഞാൻ ഈ അവസരം സന്തോഷപൂർവ്വം ഉപയോഗിക്കുകയാണ്. അവിടെ ഒരു അനുഭവം ഉണ്ടായി. SYSന്റെ പ്രവർത്തകർക്കെല്ലാം ചോദിച്ചാൽ അറിയാം. ആദ്യത്തെ മനുഷ്യനെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ മുതൽ ബുറയിൽ ഗ്രൗണ്ടിൽ പല പേരുകളിലിട്ട ടീഷർട്ടുകളുടെ മുഖങ്ങളിൽ അണിഞ്ഞ PP കിറ്റിൽ ജാതി മറന്ന്, മതം മറന്ന്, രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് അച്ഛനാണോ അമ്മയാണോ, ഉമ്മയാണോ അമ്മയാണോ, സഹോദരനാണോ സഹോദരിയാണോ എന്നറിയാതെ പൂർണ്ണമായ മൃതശരീരങ്ങൾ മാത്രമല്ല മൃതശരീരാവശിഷ്ടങ്ങളും ബുറയിലിന് വിധേയമാക്കുമ്പോൾ സർവമത പ്രാർത്ഥനയും ഗൂഗിൾ സല്യൂട്ടുമായി അങ്ങനെ യാത്രയാക്കുന്ന ഓരോ മൃതശരീരത്തിന്റെ പാക്കറ്റിനെയും സ്വന്തം കുടുംബാംഗം പോലെ ചേർത്തു പിടിക്കുന്നതിൽ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു. എന്നെ അഭിമാനം കൊള്ളിച്ച പല വസ്തുതകളിലൊന്ന് അവിടെയുള്ള വലിയ ജനകീയ തെരച്ചിൽ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, ചൂരൽമലയിൽ പുതിയതായി നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ ഇപ്പുറത്ത് ഏതാണ്ട് 100 മീറ്റർ അക്കറത്ത് അവസാനത്തെ രാത്രി വിവാഹാഘോഷത്തിന്റെ ചെറുതെങ്കിലും ഒരു പാർട്ടി നടന്ന്, എന്നാൽ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് പോയ ഒരു കുടുംബത്തിന്റെ തെരച്ചിൽ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നത് അന്ന് സ്വാന്തനത്തിന്റെ പ്രവർത്തകരാണ്. മന്ത്രി എന്ന നിലയിൽ ഞാനും എൻ്റെ സഹമന്ത്രിമാരും എല്ലാം നിൽക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് ആ വീട്ടിൽ കട്ടിലിൻ്റെ അടിയിലേക്ക് താന്നുപോയി ഓർമ്മകളോടൊപ്പം കൈവിട്ടുപോയി എന്ന് കരുതിയ ആ വീട്ടിലെ ആരോ ജീവിതത്തിന്റെ സ്വപ്നങ്ങളിൽ കിളി കൂടുവെക്കുന്നത് പോലെ സൂക്ഷിച്ചു വെച്ച ഇത്തിരി പൊന്ന് കണ്ടുകിട്ടി നെഞ്ചോട് ചേർത്തു പിടിച്ച് സാന്ത്വനത്തിന്റെ പ്രവർത്തകർ ഞങ്ങളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഇതാ നഷ്ടപ്പെട്ടു പോയ ഇത്തിരി പൊന്ന് അഭിമാനത്തോടെ കിട്ടി, അത് ഈ കുടുംബത്തിൻ്റെയാണ് എന്ന് ഞങ്ങൾ പറയുന്നു. സർക്കാരിലേക്ക് ഞങ്ങളിത് കൈമാറുന്നു. സത്യസന്ധതയുടെ ജീവശ്വാസം സാന്ത്വനത്തിന്റെ പ്രവർത്തകർ നടത്തിയ സമാനതകളില്ലാത്തൊരു അനുഭവത്തിന്റെ മുമ്പിൽ അവിടെയാണ് നിൽക്കുന്നത്.